ഇന്നെന്താ നായരെ കാലത്ത് തന്നെ ഒരു ഉടക്ക്? ഒന്നും പറയണ്ട എന്റെ വേലപ്പാ. ഇന്ന് ഒന്നാം തീയതി രാവിലെ തന്നെ കട തുറക്കുമ്പോ ശകുനം മുറിക്ക് പോലെ ഒരു കൊട്ടിയും അതിൽ 10-20 മുട്ട. എന്നിട്ട് ഇന്നലെ മുട്ടക്കാരൻ വെച്ച് പോയതാ. കട പൂട്ടാൻ നേരത്തെ ഞാനായിട്ട് ഉണ്ടായൂല്ല. കാലത്ത് നേരം വൈകി തലപ്രാന്ത് പിടിച്ച് വന്നപ്പോഴാ ഈ കൊട്ടിയും ഇതെല്ലാം കൂടി കാലക്കാട് ഞാൻ അടുത്ത് പുറത്തേക്ക് ഇട്ടു. എന്തുട്ട് നായരെ ഈ പറയണത്? ഇത്ര നിസ്സാര കാര്യത്തിന് അവൻ പിണങ്ങൂലല്ലോ. അത് പിന്നെ ദേശം വന്നതും അറിയാണ്ട് വായിന്ന് വീണു പോയി. അതിന് 100 തെറ്റും പുറത്തും പറയുകയും ചെയ്തു. എന്ത് പൊട്ടാന്ന? 10-12 വർഷമായിട്ട് അവന്റെ കൂടെ കഴിയണ തനിക്ക് അവന്റെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് വെച്ചാ കഷ്ട. ഒരു ചുണ്ടനൊക്കെ മതിയില്ലേ അവന് മനസ്സിലാക്കാൻ? എന്നിട്ട് അവന് ഇഷ്ടമില്ലാത്ത ചീത്ത വിളിച്ചേ. അപ്പൊ ഈ പൊട്ടെന്ന് വെച്ചാ പച്ച തെറിയാണല്ലേ? അവനത് ഏറ്റവും വലിയ തെറി തന്നെയാണെന്ന് നായർക്കറിയില്ലേ? അതുകൊണ്ടല്ലേ അവന് ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർക്കിട്ട് ഓരോന്ന് പൊട്ടിക്കുന്നേ. അല്ല നായരെ, ഇനിയിപ്പൊ ഈ പ്രശ്നം തീർക്കാനായിട്ട് എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല. അത് തീർക്കാനുള്ള ആൾ ഇപ്പൊ വരും. ആര്? അമ്മു. അല്ലാതാരാ? അങ്ങോട്ട് ചെല്ലട്ടെ. രാവിലെ പോരുമ്പോ എന്നും പറഞ്ഞു വിടുന്നതാ ആരോടും പോയി ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന്. എന്നിട്ടോ ഒക്കെ സമ്മതിച്ചിങ്ങോട്ട് പോരും. എന്നിട്ട് ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ എടുത്ത് ചാടുകയും ചെയ്യും. ഇതിപ്പോ അച്ഛനെ പോലെ കരുതേണ്ട ആളല്ലേ? എന്നിട്ടിപ്പോ മൂക്കിന്റെ തുമ്പത്താ ചുണ്ടിന്ന് വെച്ചാ എങ്ങനെയാ ജീവിക്കാ? ഏയ് ഇവിടെ വാ. എന്താണ്ടായേ? അതെ, ഞാൻ പറയാം. മോളെ അറിയാതെ പൊട്ടാന്ന് വിളിച്ചു പോയി. അത് ശരി. അപ്പൊ അതാ കാര്യം. അല്ല അമ്മു, വേണ്ട, അധികം വിശദീകരണം ഒന്നും വേണ്ട. ചെയ്ത തെറ്റിന് മാപ്പ് പറ. അതൊക്കെ പറഞ്ഞു മോളെ. ഒരബദ്ധം പറ്റിപ്പോയി. ഇനി ഉണ്ടാവില്ല. ആ അതൊക്കെ ശരി. പക്ഷെ ഇപ്പൊ ചെയ്ത തെറ്റിന് ദേഷ്യം തീർന്നെങ്കിൽ ഏത്തെടു. ഏത്തം. എന്താ പ്രശ്നം തീരണ്ടേ? ശരി, ഏത്തെങ്കിൽ ഏത്തം. പ്രശ്നം തീരട്ടെ. 1 2 3 4 അങ്ങനെ അങ്ങോട്ട് 6 7 8. അയ്യോ, അത് ശരി. എന്നെ കഷ്ടപ്പെട്ട് നീ നിൽക്കാൻ നോട്ടപടി. അവിടെ നിൽക്കാനാ പറഞ്ഞേ. എന്നെ തോന്നിക്കല്ലേ? എന്നെ ഇവിടെ ഇട്ടേ. അതെ, അവിടെ തീയും വെടിമരുന്നും വെച്ചുള്ള കളിയാ. അങ്ങോട്ട് പോണ്ടെന്ന് ഞാനാ പറഞ്ഞേ. പോയാ എന്നാ പോ. അമ്മാമേ, ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വരണുണ്ടോ? ആഹാ, അത് ശരി. മൂക്കറ്റ പൂരസേവ കഴിഞ്ഞത് പോരാണ്ടാ ഇപ്പൊ ഇവിടുന്ന് വലിച്ചു കയറ്റണേ. എന്ന് എന്തെങ്കിലും ഇത്ര കഴിക്കോ? അതുമില്ല. എഴുന്നേറ്റേ. ബാക്കിയുള്ളനെ എവിടെങ്കിലും ഇച്ചിരി നേരം തല ചായ്ക്കണം. അതെ, മോള് പോയി കഴിച്ച അമ്മാമയ്ക്ക് വേണ്ടാഞ്ഞിട്ടാ. പിന്നെ ഇത് 10-16 വർഷമായിട്ട് തുടരുന്ന പതിവാ. അതിന് അമ്മാമ്മയുടെ മരണം വരെ ഉണ്ടാവും. എനിക്ക് വിശപ്പില്ല പോലെ. മക്കളെ,
നാളെ എഴുന്നേക്കുമ്പോ ഞാനിവിടെ ഞാൻ ചത്ത് മലന്ന് കിടപ്പുണ്ടെങ്കിൽ കുപ്പിയില് ബാക്കിയുള്ളത് അമ്മാമ്മയുടെ വായലോട്ട് ഒഴിച്ചേക്കണം. മക്കളെ അച്ഛൻ്റെ വായലോട്ട് ഒഴിച്ച് തന്നേക്കണം. ഇല്ലെങ്കിൽ ആത്മാവ് ഗതി കിട്ടാതെ തുടങ്ങി വേണ്ടാത്ത ഓരോ വർത്താനങ്ങള്. ആ സപ്പോർട്ട. ഓ മുയൽ. ആ വരാന്ത. സംശയല്ലേ, ഇത് തന്നെ എന്റെ വീട്. സുജേ, എടി സുജേ, ഇറങ്ങി വരാനാ പറഞ്ഞത്. എന്താടി ഞാൻ വിളിച്ചാൽ നീ വരില്ലേ? എടി നിന്റെ കെട്ടുവിനെ വിളിക്കുന്നത് മനോഹരൻ. ഹരഹരോ ഹരഹര. എടി സുജേ, മനോഹരേട്ട, ഞാൻ കൊറേ പറഞ്ഞിട്ടുള്ളതാ തലക്കിലേക്ക് കെട്ടി ഈ കുടുംബത്തിൽ കയറി വരരുതെന്ന്. എന്താ? എടി നീ ഒരുത്തിയാ, നീ കാരണം ഞാൻ ഈ കുടിക്കുന്നത്. 10 മാസം തികയാണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേടി നിന്റെ ആ തള്ളയോട്. എന്നിട്ട് അവർക്ക് കേൾക്കാൻ വയ്യ. എവിടെയാടി ആ ഭൂതന? വിളിച്ചിറക്കടി. ആ അമ്മയില്ലാത്തത് ഏട്ടന്റെ ഭാഗ്യ. ഓ കൊച്ചു കാന്താരി. ഒന്ന് നിർത്തുന്നുണ്ടോ? കേറി വന്ന് കിടക്കാൻ നോക്ക് വല്ലെടുത്തു. അപ്പൊ നിന്റെ അമ്മയെ പറ്റി പറഞ്ഞപ്പോ നിനക്ക് നൊന്ത് ഇല്ലടി? ഞാൻ മിണ്ടരുതല്ലേ? ഞാൻ എന്താടി മിണ്ടിയാല് നാട്ടുകാർ കേൾക്കും ഇല്ലേ? കാണിച്ചു തരാം. ജസ്റ്റ് എ മിനിറ്റ്. ഇനി ആരാ കേൾക്കാത്ത? എടാ എന്റെ ഭാര്യ വിട്ടു വന്നിട്ട് ഞാൻ ഇഷ്ടമുള്ളത് പറയും. എന്തേ അതിനിവിടെ ആർക്കാടാ കുഴപ്പം? ബോംബെ കത്തുന്ന പോലെ ഞാൻ ഇവിടെ കത്തിക്കും. ഇങ്ങനെയുണ്ടോ ഈശ്വര ഓരോ കാലമാടന്മാര്? ഞാനെങ്ങാനും ആകണം ആ സുചേച്ചിയുടെ സ്ഥാനത്ത്. കഴുത്ത് ഞെരിച്ച് കൊന്നേനെ. വെറുതെ നിന്ന് വിളിച്ചു പോകാൻ കേറി വരണുണ്ടോ? അതെ, വെള്ളം അടിച്ചാല് വയറ്റി കിടക്കണം. അത് ശരി. അപ്പൊ നമ്മുടെ കൊച്ചി വെള്ളം അടിച്ചിട്ടാടി നിന്റെ വയറ്റി കിടക്കുന്നത്. ഒന്ന് നിർത്തണുണ്ടോ മനുഷ്യ? പ്രസവിക്കാനുണ്ടോ? നീ രണ്ടാദ്യം പെറ്, എന്നിട്ട് നിർത്താം. ഇങ്ങനെ നാണില്ലാത്ത മനുഷ്യൻ. പിന്നെ ഇവിടുത്തെ ആണുങ്ങൾ മുഴുവൻ നാണിച്ചായിരുന്നെങ്കിൽ നീ ഒന്നും ഉണ്ടാവില്ലായിരുന്നടി. അതെ മനോഹരേട്ടാ, പറയണുണ്ടെന്ന് വിചാരിക്കരുത്. ഇത്തിരി അന്തസ്സുള്ള കുടുംബാന്ന് വിചാരിച്ചതാ ഞങ്ങൾക്ക് പറ്റിയ തെറ്റ്. അല്ലാതെ എന്റെ ജോലി കണ്ടിട്ടല്ല. എന്ത് അന്തസ് കേടാടി ഞാനും എന്റെ കുടുംബം ഇവളോട് ചെയ്തത്. എടി എന്റെ വീട്ടിൽ അവക്ക് പൊറുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ അമ്മയും കുടുംബക്കാരെ ഉപേക്ഷിച്ചിട്ട് ഇവളെ കൊണ്ട് വാടക വീട്ടിൽ പോയാലാണ് അന്തസ് കേട്. എന്റെ കൊച്ചു കിടക്കുന്ന ഈ വയറാണ്. എന്റെ അമ്മയും കൂട്ടര് വന്നപ്പോ ഒരു വാക്കും മിണ്ടാതെ നീ തിരിച്ചയച്ചവനോടി അന്തസ്. പറയടി. നിന്റെ മുടിയൊക്കെ എവിടെയടി ഒന്ന് ചുറ്റിപ്പിടിക്കാൻ കൊതിയാവണം. ഇതെന്തൊരു ശല്യം ഇയാളെ കൊണ്ട്. എല്ലാ ശനിയാഴ്ച അയാളുടെ ഒടുക്കത്തൊരു വരവാ. അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ചേച്ചി ഉപദ്രവിച്ചാലുണ്ടല്ലോ ഏട്ടനത് ഞാൻ നോക്കില്ല. ഞാൻ അറിഞ്ഞിരുന്നില്ല. നീ ആരുടെ ചട്ടമ്പ് കല്യാണിയാ? നിങ്ങൾ എന്നെ അടിക്കും അല്ലേ? പെഞ്ച് പൈതങ്ങൾ അടിക്കണോടി. നിനക്ക് അടിക്കണോടി? അടിയടി എന്നാ കാണട്ടെ. വെറുതെ അടിയടി. അടിയടി ധൈര്യമുള്ളവനാണെങ്കിൽ എന്തേ അവനെവിടെ? ഒന്ന് കാണുമായിരുന്നു. കിട്ടിയത് പോരല്ലേ നിനക്ക്? പെണ്ണുങ്ങളെ തല്ലാൻ നടക്കും ചൂല്. അത് കള. ആളെവിടെ? ഇവിടെ ഇല്ല. ചേട്ടൻ പോവാൻ നോക്ക്. നീ എന്തിനാണ് പഠിക്കണേ? അതെ അവിടെ ഇരിപ്പുണ്ട്. ചെല്ല്. ബാക്കിയുള്ള അടിയും കൂടി മേടിച്ചോ. അടിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ വന്നിരിക്കണം. നിന്നെ ഞാൻ അടിച്ചോടാ. അടിച്ചോ.
പക്ഷെ എനിക്ക് നിന്നോട് നന്ദിയുണ്ട്. നീ ഇന്നലെ ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്റെ ഭാര്യ കൊന്നേനെ. മോനെ, അയ്യോ, മോനെ ഇവൻ വഴക്കിന് വന്നതല്ല, സന്ധി. പാവ. എന്തിനാ മനോഹരേട്ട ഇങ്ങനെ മൂക്കറ്റം കുടിച്ചിട്ട് വന്നാ പാവം ചേച്ചിയുടെ മെക്കിട്ട് കയറണേ? ഇവനിവിടെ ഉണ്ടെന്നുള്ള ഒറ്റ ഉറപ്പിലല്ലേ ശങ്കരേട്ട ഞാൻ അവക്കിട്ട് 2 ഇടി ഇടിക്കുന്നത്. പക്ഷെ ദോഷം പറയരുതല്ലോ, ഇവന്റെ ഒരു ഒറ്റ അടിക്ക് തീരാനുള്ള വീര്യമുള്ളൂ എന്റെ വയറ്റിൽ കിടക്കുന്ന കള്ളിന്. നിന്റെ എന്നാ 2ാമത്തെ അടി ഞാൻ ചോദിച്ചു വാങ്ങണ്ടിരുന്നു, അതിലാ പല്ലിളകിയത്. വായ കിടക്കുന്നത് മാത്രല്ലേ ഇളകിയുള്ളൂ, വയറ്റേ കിടക്കുന്ന ഇളകിയില്ലല്ലോ. ഞങ്ങളുടെ ഭാഗ്യം. എന്നാ ഞാൻ പോട്ടെ ശങ്കരേട്ട. എപ്പോഴേ പോകേണ്ടതായിരുന്നു മകൻ. അയ്യോ അടുത്ത ശനിയാഴ്ച ഞാൻ ഇവിടെ വരും. അന്ന് ഇതുപോലെ നീ ഇവിടെ കാണണം. ഇങ്ങനെയും അടിക്കാൻ പറയണം. എന്നെ അടിക്കാൻ എന്റെ പട്ടി പോയി. തുടങ്ങി അവന്റെ ഒരു സാമൂഹ്യ സേവനം. ഇങ്ങോട്ട് വന്നേ. ഇവനെ എവിടുന്ന് കിട്ടി? ശങ്കരേട്ടന്റെ കൂടെ കടയിൽ പോണ വഴിയാ. ഞാൻ കൊണ്ടുവരണ കണ്ടപ്പോ ഓടി വന്ന് വഴക്ക് പറഞ്ഞ് വാങ്ങിയതാ. എങ്ങനെ ഒരെണ്ണം എന്റെ വയറ്റില് പിറന്നില്ലല്ലോ. ഞാനിവിടുത്തെ അവനോട് ഒന്ന് വരാൻ പറ. അച്ഛൻ വിളിക്കുന്നു. ചെല്ലു ചെല്ലും മോനെ. പറഞ്ഞു കൊടുക്കില്ല, ചോദിച്ചു വാങ്ങിയില്ലേ ഇവിടുന്ന്. മോളെ സുജേ, ഒന്ന് അവനോട് ഇനി വരാൻ പറ. അയ്യോ മൂപ്പോ. ഒറ്റ അടി വെച്ചെന്നുണ്ടല്ലോ. കേറാ. കളിക്കല്ലേ.